നമസ്കാരം. വിപ്ലവ സൂര്യൻ വിടവാങ്ങുന്നു, പ്രിയ സഖാവേ വിടവാങ്ങുന്നു. കണ്ണേ കരളെ VS ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ വിളികൾ മുഴങ്ങിക്കേൾക്കുന്നു. ഇനി VSന് അനന്തപുരിയിലേക്കൊരു മടക്കമില്ല. തലക്കെട്ട്. VSന് രാഷ്ട്രീയ കേരളത്തിന്റെ ഹൃദയാഞ്ജലി. വിലാപയാത്രയായി ജന്മനാടായ ആലപ്പുഴയിലേക്ക് ജനനായകനെ ഒരു നോക്ക് കാണാൻ വഴിനീളെ ജനസാഗരം. തിരുവനന്തപുരം ദർബാർ ഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. VSന്റെ സംസ്കാരം നാളെ 3 മണിക്ക് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും റീക്രിയേഷൻ ഗ്രൗണ്ടിലും നാളെ പൊതുദർശനം. ആലപ്പുഴ ജില്ലയിൽ നാളെ പൊതു അവധി. PSC അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല. ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ചതിനു പിന്നാലെ പകരക്കാരനായുള്ള ചർച്ചകൾ സജീവം. ജഗ്ദീപ് ധൻഖറിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. രാഷ്ട്രപതിയെ സന്ദർശിച്ച് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് നാരായണൻ സിംഗ്. ബില്ലുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ റഫറൻസിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും സുപ്രീം കോടതിയുടെ നോട്ടീസ്. സർക്കാരുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് നിർദ്ദേശം. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിൽ നാളെ മാഞ്ചസ്റ്ററിൽ തുടക്കം. പരമ്പര നഷ്ടമാകാതിരിക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. ബാറ്റിംഗ് ഓർഡറിലെ അസ്ഥിരതയും താരങ്ങളുടെ പരുക്കും ടീമിന് വെല്ലുവിളി. ദർബാർ ഹാളിലെ പൊതുദർശനത്തിന് ശേഷം VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തുടരുകയാണ്. ദേശീയപാത വഴിയാണ് വിലാപയാത്ര കടന്നുപോകുന്നത്. KSRTCയുടെ പ്രത്യേകം സജ്ജീകരിച്ച ലോ ഫ്ലോർ AC ബസ്സിലാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്ത് വഴിനീളെ പതിനായിരങ്ങളാണ് കാത്തുനിൽക്കുന്നത്. വിലാപയാത്ര തുടങ്ങിയ ദർബാർ ഹാൾ മുതൽ ഉള്ളൂർ വരെ എത്താൻ ഏകദേശം 3 മണിക്കൂറാണ് എടുത്തത്. ഇപ്പോൾ പോങ്ങമ്മൂടാണ് ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തി നിൽക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ജനനിബിഡമാണ് വഴിയരികിൽ. ഏറെ പണിപ്പെട്ടാണ് ഇരുവശങ്ങളിലുമുള്ള ആളുകളെ നീക്കാൻ ഏറെ പണിപ്പെടുകയാണ് പ്രവർത്തകരും പാർട്ടിയും ഒക്കെ തന്നെ. അത്രത്തോളം സങ്കട കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വിലാപയാത്ര ഇപ്പോൾ പോങ്ങമ്മൂടാണ് എത്തി നിൽക്കുന്നത്. KK പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ഏകദേശം ദർബാർ ഹാൾ മുതൽ പോങ്ങമ്മൂട് വരെ എത്തി നിൽക്കുമ്പോൾ ഏകദേശം 4 മണിക്കൂറിനോളം അടുക്കുന്നു എന്നതാണ്. വളരെ പാടുപെടുകയാണ് ഈ റോഡിലെ ഇരുവശങ്ങളിലുമുള്ള ജനങ്ങളെ മാറ്റി ഈ വിലാപയാത്ര മുന്നോട്ട് പോകാൻ. അത്രത്തോളം ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതിൽ പ്രായമേറിയവരുണ്ട്, അമ്മമാരുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അങ്ങനെ പ്രായഭേദമന്യേ VSനെ ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട സഹാവിനെ ഒരു നോക്ക് കാണാൻ റോഡരികിൽ കാത്തു നിൽക്കുകയാണല്ലോ പ്രശാന്തേ. അശ്വതി, തീർച്ചയായും ഇപ്പോൾ ശ്രീകാര്യത്തേക്ക് എത്തിയിരിക്കുന്നു. VSന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ഇപ്പോൾ വാഹനം. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് VSന്റെ പഴയ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ലതീഷ് പി ചന്ദ്രനാണ്. അതായത് VSന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുകൾ. ഇത് ആലപ്പുഴയിൽ നിന്നാണ് ലതീഷ് വരുന്നത്. പാർട്ടി നടപടി നേരിട്ടതാണ്. VSനോടൊപ്പം നിന്നതിന്റെ പേരിൽ VSന്റെ കത്ത് ചോർത്തിയെന്ന ആരോപണമൊക്കെ നേരിട്ടതിന്റെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ നേരിട്ട ഒരു പ്രവർത്തകൻ കൂടിയാണ്. ആ ലതീഷ് പി ചന്ദ്രനടക്കമുള്ള ചില ആളുകൾ ഇപ്പോൾ പറയുന്നത്, ഞാൻ അവരോട് സംസാരിച്ചിരുന്നു, എന്തുകൊണ്ട് നടക്കുന്നു, വാഹനമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ വ്യക്തമാക്കിയത് ഇവിടെ ഇതിനൊപ്പം നടക്കാൻ തന്നെയാണ് തീരുമാനം. ആലപ്പുഴ വരെ ഇങ്ങനെ പോകട്ടെ എന്നുള്ളതാണ് VSനോടൊപ്പം ചേർന്ന് നിന്ന ആളുകളുടെ തീരുമാനം. നേരത്തെ VSന്റെ സെക്യൂരിറ്റി സ്റ്റാഫിലുണ്ടായിരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിരുന്നു. അവരും സമാനമായ നിലപാട് തന്നെയാണ്. ഈ വാഹനത്തിനൊപ്പം നടക്കാൻ തന്നെയാണ് അവരുടെ. അങ്ങനെ ഇത് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന ആളുകളുടെ അനുഭവമാണ്. കാരണം അവരെയൊക്കെ ചേർത്ത് നിർത്തിയാണ് VS പോയത്, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ VSനെ ഓരോ ജംഗ്ഷനിലും ഓരോ സ്ഥലങ്ങളിലും കാത്തു നിൽക്കുന്ന നിരവധിയായ
ആളുകളുണ്ട്. അവരിൽ പ്രായഭേദമന്യേ ഉള്ള ആളുകളാണ്. ഒരു ചെറിയ കുട്ടികൾ മുതൽ ഒരുപക്ഷെ VSന്റെ രാഷ്ട്രീയ ജീവിതത്തെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അവരോടൊക്കെ രക്ഷിതാക്കൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു. പലപ്പോഴും കുട്ടികളോടൊക്കെ വലിയ സ്നേഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സൂര്യനെല്ലി കേസിൽ ആ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ കാണുമ്പോൾ VS പണം നൽകിയവർക്ക് അവർ അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ VS പറഞ്ഞ മറുപടി അപ്പുപ്പൻ നൽകിയത് ആ രീതിയിൽ കണ്ടാൽ മതി എന്നുള്ളതാണ്. തന്റെ പെൻഷൻ തുകയിൽ നിന്നാണ് പണം നൽകുന്നതിൽ വേറൊരർത്ഥം കാണേണ്ടതില്ല, ആ കുട്ടിയോട് അത് തന്നെ പറയണം എന്നുള്ളതാണ്. അങ്ങനെ ആരെയൊക്കെയാണ് തന്റെ ഭാഗത്തേക്ക് രാഷ്ട്രീയമായി നയപരമായി ഒക്കെ ചേർത്ത് നിർത്തേണ്ടത് അവരെയൊക്കെ ചേർത്ത് നിർത്താൻ വളരെ കൃത്യമായി തന്നെ VSന് കഴിഞ്ഞിരുന്നു. ഈ കാണുന്ന വാഹന വ്യൂഹം തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരും എത്രത്തോളം ആരവത്തോടെ ഒപ്പം തന്നെ വേദനയോടുകൂടി തന്നെയാണ് VSന്റെ വിയോഗത്തെ ഈ ജനത ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന്. അത്രയധികം ആളുകളാണ് VSന്റെ വാഹന വ്യൂഹത്തെ അനുഗമിച്ച് ഓരോ സ്ഥലത്തേക്കും എത്തുന്നുണ്ട്. ഒപ്പം തന്നെ VSനെ കാണാനായി വിവിധയിടങ്ങളിൽ നിരവധിയായ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് ജാതിയില്ല, മതമില്ല, പ്രായമില്ല, അവർക്ക് രാഷ്ട്രീയമില്ല. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുമുള്ള ആളുകളാണ് ജനങ്ങളാണ് VSനെ അവരുടേതായി ഏറ്റെടുത്തിരുന്നത്. ഒരുപക്ഷെ അവരെയൊക്കെ VS ഏറ്റെടുത്തിരുന്നു. അതിന്റെ ഒരു തിരിച്ച് നന്ദി പ്രകടിപ്പിക്കുന്നതായി തന്നെ നമുക്കതിനെ കാണാൻ കഴിയും. കാരണം VSന് ഇത് സമാനമായ രീതിയിൽ തന്നെയാണ് VS ഇത്തരം സാഹചര്യങ്ങളെ വിലയിരുത്തുകയും നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്ന. ഒരു ഘട്ടത്തിലും VS അതിന് ഏതെങ്കിലും തരത്തിൽ വരുന്ന മനുഷ്യന്റെ ജാതിയോ വർണ്ണമോ ഒന്നും നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും VSനെ സംബന്ധിച്ച് അത് തന്നെയാണ് അദ്ദേഹത്തെ കൂടുതൽ ജനകീയനാക്കിയത്. സമരതീഷ്ണമായ ബാല്യകാലം മുതൽ ഇങ്ങോട്ട് അതിന്റെ സമരതീഷ്ണതയും ഒപ്പം തന്നെ ജീവിതത്തിന്റെ എല്ലാ വിഷമതകളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ച മനുഷ്യനാണ്. VS തന്നെ പറഞ്ഞത് അന്നമില്ലായിരുന്ന കാലത്ത് പക്ഷെ തനിക്കും തന്നോടൊപ്പം നിന്നവർക്കും ഒരു ഉന്നമുണ്ടായിരുന്നു. ആ ഉന്നം എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യന്റെ ഉന്നമനമായിരുന്നു VSന്റെ ഉന്നം. ഒപ്പം തന്നെ പാർട്ടിയുടെ സംഘടനാ സംവിധാനങ്ങളെ ബലപ്പെടുത്തുക, കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക, അവർക്ക് കൃത്യമായ കൂലി ഉറപ്പാക്കുക, അവരുടെ ജീവിത നിലവാരം വളർത്തുക തുടങ്ങിയത് തന്നെയായിരുന്നു VSനുള്ളവരുടെ ഉന്നം. ആ ഉന്നം നിറവേറ്റാൻ VSന് കൃത്യമായി കഴിഞ്ഞുവെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പലപ്പോഴും വികസന വിരോധിയായി VSനെ ചിത്രീകരിക്കുമ്പോഴും ഇന്ന് കാണുന്ന പല നേട്ടങ്ങളുടെ കൊടുമുടിയിലേക്ക് സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റിയെടുത്തതിൽ VSന് നിർണായക പങ്കുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ടെക്നോ പാർക്കുകളടക്കം അവിടെ IT വികസനമടക്കം കൊണ്ടുവരാൻ VS കാണിച്ച നിലപാടുകൾ, അത്തരം നയങ്ങളെയൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ IT ഉപദേഷ്ടാവ് ജോസഫ് സി മാത്യു അടക്കം പറയുന്ന ചില വാക്കുകളുണ്ട്. കാരണം VS ആകുന്ന ഒരു 85-കാരനോ 86-കാരനോ ആയ ഒരു മനുഷ്യനോട് എങ്ങനെയാണ് ഈ ITയുടെ സാങ്കേതിക സംവിധാനങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ള ആശങ്ക അദ്ദേഹം അടങ്ങുന്ന പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ VS വളരെ കൃത്യമായി പറഞ്ഞു, പറയാനുള്ളത് പറഞ്ഞുകൊള്ളുക, തനിക്ക് പറയാനുള്ളത് അതിനുശേഷം താൻ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുള്ള ആ മറുപടികളാണ് പല ഘട്ടത്തിലും അത്തരം നിലപാടുകളിലേക്ക് പോയത്. സ്വകാര്യ ഭൂമി വില കൊടുത്ത് ഏറ്റുവാങ്ങി IT പാർക്കുകൾ നിർമ്മിക്കുന്നതിനോട് വിമുഖത കാട്ടിയിരുന്ന VS ഉപയോഗശൂന്യമായി കിടന്ന സർക്കാർ ഭൂമികൾ പ്രധാനമായും ഉപയോഗിക്കുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നത്. അത് പുതിയൊരു വ്യവസായ നയത്തിന് തന്നെ സംസ്ഥാനത്ത് തുടക്കം കുറിച്ചു. ഒരുപക്ഷെ വിഴിഞ്ഞം തുറമുഖത്തിന്റെയും കൊച്ചി മെട്രോയുടെയൊക്കെ നിർമ്മാണത്തിന്റെ തുടക്കത്തിലൊക്കെ തന്നെ അതിന് നിർണായക പങ്ക് വഹിക്കാൻ VSന്റെ സർക്കാരിനുമൊക്കെ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. IT വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചതും അതിന്റെ ഭാഗമാണ്. ഇങ്ങനെ വികസന കാഴ്ചപ്പാടുകൾ വെക്കുമ്പോഴും ഒരു തരത്തിലും സാധാരണക്കാരനായ മനുഷ്യർ അവർ അരികുവൽക്കരിക്കരുത് എന്നൊരു നിർദ്ദേശം VSന്റെ ഭാഗത്തുണ്ടായിരുന്നു, നിലപാട് VSന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അവരെ എല്ലാ സമര പോരാട്ടങ്ങളിലും അവരെ ചേർത്ത് പിടിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ ജീവിത യാതനകളിൽ അവരെ ഒന്നിച്ച് മുൻനിർത്തി കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ടാകുന്നു. അങ്ങനെ അതിൽ പലതരത്തിലും അവർക്കൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്നു. പലപ്പോഴും പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളാൻ VS തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തപ്പോൾ CPM-ഉം CPI-യും അതിശക്തമായ വിമർശനങ്ങളും പ്രതിഷേധവുമായൊക്കെ രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ കാണാം, ശ്രീകാര്യത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എത്രത്തോളം ആളുകളാണ് ശ്രീകാര്യം ജംഗ്ഷനിലാണ് ഇപ്പോൾ വാഹന വ്യൂഹമുള്ളത്. എത്രത്തോളം ജനങ്ങൾ ഇവിടെ VSനെ കാണാൻ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നു. ആ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഒപ്പം തന്നെ ചെറുപ്പക്കാരായ ആളുകളുണ്ട്. ഒരുപക്ഷെ VSനെ അടുത്തറിയുന്ന ആളുകൾ VSനോട് രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ പോലും അവർ പറയുന്നത് പുതിയ ഉയർന്നു വരുന്ന സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ VSനെ ഒരു
പുസ്തകമായി പഠന പുസ്തകമായി കണ്ട് അതിനെ അങ്ങനെ തന്നെ കണ്ട് വിലയിരുത്തി മുന്നോട്ട് പോയാൽ അവർക്ക് രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. അല്ലെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കാൻ കഴിയണമെങ്കിൽ BSന്റെ ഒരു പഠന വിഷയമായി BSന്റെ ജീവിതത്തെ BSന്റെ രാഷ്ട്രീയ യാത്രയെ കാണേണ്ടി വരുമെന്ന് തന്നെയാണ് ആ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറഞ്ഞത്. അത് തന്നെയാണ് ഈ ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്ന. ഒരുപക്ഷെ ഇതിപ്പോൾ ഈ ശ്രീകാര്യത്തേക്ക് എത്തുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരുപക്ഷെ ഇത് തിരുവനന്തപുരം കഴിഞ്ഞ CPMന്റെ കോട്ടകളിലേക്ക് കയറുമ്പോൾ ഏതായിരിക്കും സാഹചര്യമെന്ന് നമുക്ക് ചിന്തിക്കാനേ ഉണ്ടാവൂ. ഇപ്പൊ VSനൊപ്പം ഉണ്ടായിരുന്ന ആ പ്രധാനപ്പെട്ട നേതാവ് സുരേഷ് അടക്കമുള്ളവർ VSനൊപ്പം, ഞാൻ നേരത്തെ പറഞ്ഞു ലതീഷ് പി ചന്ദ്രൻ, ഒപ്പം തന്നെ VSന്റെ ഗൺമാൻ അടക്കമുള്ള ആളുകളാണ്. VSനൊപ്പം ഇടവും വലവും നിന്ന ആളുകളെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. സുരേഷ് VSന്റെ സെക്രട്ടറി പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. ഒപ്പം തന്നെ VSനൊപ്പം ഏറ്റവും വലിയ സഹചാരിയായിരുന്ന ആളാണ് സുരേഷ്. VSന് വേണ്ടി നിലപാടുകൾ എടുത്തതിന്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ട അതേ സുരേഷ് അടക്കമുള്ളവർ VSന്റെ ഭൗതിക നിശ്ചലമായ VSന്, അതായത് ജനിച്ച നാളെ മുതൽ സമര പോരാട്ടങ്ങൾ നയിച്ച VS, ആ സമര പോരാട്ടങ്ങളുടെ ഫലമായി VS മുഖ്യമന്ത്രിയാകുന്നു, പ്രതിപക്ഷ നേതാവാകുന്നു. അങ്ങനെ VSന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായക സ്വാധീനം നടത്തിയ ചില ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അവരൊക്കെ തന്നെ ഈ അതായത് ഊർജ്ജസ്വലനായി നടന്ന VSനെ കയ്യും മെയ്യും മറന്ന ഒപ്പം നിന്ന ആളുകൾ അവരിപ്പോൾ നിശ്ചലനായ VSനൊപ്പവും ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് നടക്കുന്ന കാഴ്ച ഒരുപക്ഷെ ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നതെന്ന് പറയേണ്ടി വരും. പലയിടത്തും കാണുന്ന സ്ത്രീകളുടെയൊക്കെ മുഖത്ത് വലിയ സങ്കടം നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം അവരെയൊക്കെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ നേരിട്ട് അവരെ ആരും VS ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ VS എടുത്ത സ്ത്രീപക്ഷ നിലപാടുകൾ അത് എല്ലാ ഘട്ടത്തിലും ഓർമ്മിക്കപ്പെടും. പല ആ സമരങ്ങളിലാകെ തന്നെ എല്ലാ ഘട്ടത്തിലും സ്ത്രീകളുടെ ഒപ്പം നിൽക്കാൻ VS കഴിഞ്ഞിരുന്നു. രാവിലെ നമ്മൾ പറഞ്ഞതാണ്, ഒരുപക്ഷെ VSനെ പോലൊരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ആശാസമരം ഇത്രയധികം കാലം നീണ്ടുപോകുമായിരുന്നില്ല. അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ സമര പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാരിന് മുന്നിലേക്ക്, അതിപ്പോൾ ഇടതുപക്ഷ സർക്കാർ ആണെങ്കിലും അതിനു മുന്നിലേക്ക് ഈ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ VSന് കഴിയുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് MN വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഭരണപക്ഷത്തെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് VS അച്യുതാനന്ദൻ ആയിരുന്നു. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തത് തന്നെയാണ് ഈ ഭരണത്തിന്റെ വലിയ പോരായ്മയായി പലരും വിലയിരുത്തപ്പെടുന്നത്. കാരണം തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ, തിരുത്തൽ വേണമെന്ന് പറയാൻ, ഇങ്ങനെ പോയാൽ മതിയാവില്ല സഖാവെ എന്ന് പറയാനുള്ള ഒരു സഖാവ് ഇപ്പോൾ ഇല്ല. അങ്ങനെ ഒരു നേതാവുമില്ല. പ്രശാന്ത്, പ്രവർത്തകരുടെയൊക്കെ മുഖത്ത്, അണികളുടെയൊക്കെ മുഖത്ത്, സാധാരണപ്പെട്ട ജനങ്ങളുടെ മുഖത്ത്, VSനെ സ്നേഹിക്കുന്ന സാധാരണ ആളുകളുടെ മുഖത്ത് ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. അവസാനമായി VSന് റെഡ് സല്യൂട്ട് നൽകുകയാണ് പ്രവർത്തകരും അണികളും ഒക്കെ തന്നെ. അൺഫിൽറ്റ് ഡിസൂസ കൂടിയുണ്ട്. അൺഫിൽറ്റ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ജനനിബിഡമാണ്, ജനസാഗരമാണ്. VSനെ ഒരു നോക്ക് കാണാനായി, പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ജനസാഗരമാണ്. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം കാണുന്നത് ഏറെ പണിപ്പെട്ടാണ് ആ ബസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്, വിലാപയാത്ര മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. സമയം തെറ്റുന്നു, സമയക്രമങ്ങൾ മാറിമറിയുന്നു എന്നതാണ്. ഇപ്പോൾ വിലാപയാത്ര ശ്രീകാര്യത്ത് എത്തി നിൽക്കുന്നു എന്നതാണ്. നമുക്കറിയാം, VSനെ ഓർക്കുമ്പോൾ ഒരു പാഠപുസ്തകം തന്നെയാണ് അദ്ദേഹം ഒരു ആശയം തന്നെയാണ്. അത് പഠിക്കാൻ ഏറെയുണ്ട് എന്നുള്ളതാണ്. VSന്റെ ശരികൾ എന്നും VSന്റെ ശരികളായിരുന്നു. അത് VSന് തെറ്റ് എന്ന് ബോധ്യപ്പെടും വരെ VSന്റെ ശരികൾ മാത്രമായിരുന്നല്ലോ അൺഫിലിറ്റ്. അങ്ങനെ തന്നെയാണ് ശ്രുതി പറയേണ്ടത്. VSനെ വിലയിരുത്തുന്ന ആ ഒരു നൂറ്റാണ്ട് കാലയളവ് VSനെ എങ്ങനെ നമ്മൾ അടുത്തൊരു തലമുറ VSനെ വിലയിരുത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ താൻ വഴിതെളിച്ച അല്ലെങ്കിൽ താൻ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ശരികളുടെ ഒരു വഴി ഉണ്ടായിരുന്നു VS മാത്രം നയിച്ച ആ വഴികളിൽ ആര് വന്നാലും അല്ലെങ്കിൽ ആരവിടെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാലും അതൊന്നും തന്നെ VSന് ഒരു പ്രശ്നമായിരുന്നില്ല. താൻ തെളിച്ച വഴികളിലൂടെ, തൻ്റെ ശരികളായ വഴികളിലൂടെ, ആ ശരികളിലൂടെ നടന്നു നീങ്ങിയ ഒരു നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. തൻ്റെ നിലപാടുകളുടെ ശരികൾ അതുതന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹം ഉയർത്തിക്കാട്ടിയതെന്ന് തന്നെയാണ്. ഈ ഒരു രാഷ്ട്രീയത്തിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ വളരെ ചെറുപ്പം മുതൽ തന്നെ, അതായത് കൗമാരക്കാരനായിരിക്കുന്ന കാലം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആ പ്രത്യയശാസ്ത്രത്തോട് അദ്ദേഹത്തിന് താല്പര്യം തോന്നി. അതിനെ നെഞ്ചിലേറ്റി ചെങ്കൊടിയുടെ
ചെങ്കൊടിയുടെ ഒരു നേതാവ്, ചെങ്കൊടിയുടെ തണലിലൊരു നേതാവായി, പിന്നീട് ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കേരളത്തിൽ പടുത്തുയർത്തിയ ഒരു നേതാവായിട്ടൊക്കെ മാറുമ്പോഴും അവിടെ അദ്ദേഹം ഉയർത്തിയിരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലത് ഈ അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ അവശരായ അശരണരായ ഒരു ജനസമൂഹം, ആ ജനസമൂഹത്തെ അദ്ദേഹം ചേർത്ത് നിർത്തുവാനായിരുന്നു. അവിടെ എവിടെയെങ്കിലുമൊക്കെ പാർട്ടിയുടെ നയങ്ങൾ വ്യതിചലിച്ചു പോകുമ്പോഴും പക്ഷേ ഇതല്ല എന്ന് പറയാനായി എന്നും VS ഒപ്പം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ വഴിനീള VSന് വേണ്ടി കാത്തു നിൽക്കുന്ന ഈ ജനസാഗരമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മൾ എവിടെ VSനെ കാണാൻ വേണ്ടി തന്നെയല്ലേ? VSനെ മുമ്പ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ഏതെങ്കിലും ഘട്ടങ്ങളിൽ VSനെ നേരിട്ട് കാണുകയോ സംസാരിക്കാനുള്ള അവസരം കണ്ടിട്ടില്ല. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കമ്മിറ്റിക്ക് വരുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. VSനെ ഇങ്ങനെ കാണാനൊരു ആഗ്രഹം എന്തുകൊണ്ടാണ് വരുന്നത്? ആ പാർട്ടിയുടെ നേതാവ്, പ്രിയപ്പെട്ട നേതാവ് നേതാവായതുകൊണ്ട് കാണാൻ വിചാരിച്ചു. അതുതന്നെയാണ്. എവിടുന്നാ വരുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ്. എപ്പോഴാണ് വന്ന് നിൽക്കുന്നത്? 3 മണിക്ക് വന്നതാ. 3 മണിക്ക് വന്നത്. 3 മണി മുതൽ വന്ന് നിൽക്കുക. 3 മണി വന്നു. എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. കണ്ടിട്ടേ പോകുന്നുള്ളൂ. അടുത്ത് തന്നെയാണ് വീട്, കുറച്ച് അപ്പുറത്തോട്ട് മാറിയപ്പോയാണ്. 3 മണി മുതലും നേരത്തെ നമ്മൾ കണ്ടതാണ് 1:30 മുതലും 1 മണി മുതലൊക്കെ വന്ന് നിൽക്കുന്ന ഒരു ജനനിബിഡമാണ്. അതിവിടെ ഇപ്പോൾ നമ്മൾ ഈ ഭാഗപ്പാറയൊക്കെയാണ് നിൽക്കുന്നത്. ഈ സ്ഥലത്താണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു ജനസാഗരം നിൽക്കുകയാണ്. കാരണം ഈ 1 മണിയും 1:30 മണി 2 മണിക്കൊക്കെ വന്ന് നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ 6:30 കഴിഞ്ഞിരിക്കുന്നു. സമയം എത്ര തന്നെ വൈകിയാലും ഇവർക്കൊക്കെ VSനെ അവസാനം ഒരു നോക്ക് കണ്ടിട്ടേ പോകുകയുള്ളൂ. കുട്ടികളെയൊക്കെ കയ്യിലേന്തിയൊക്കെയാണ് ഓരോരുത്തരും നിൽക്കുന്നത് VSനെ ഒന്ന് കണ്ടിട്ട്. VSനെ കണ്ടതിന് ശേഷം മാത്രമേ എന്തായാലും പോകുന്നുള്ളൂ. അതെ അതെ അതെ. എത്ര സമയം ഇവിടെ നിൽക്കുന്നു? ഞങ്ങൾ ഉച്ച മുതൽ വെയിറ്റ് ചെയ്യാണ്. ത്തോട്ട് പോകണം. ഇത് കഴിഞ്ഞിട്ട് നേരെ കഴക്കൂട്ടത്ത് പോകും. അതെ അതെ. അവിടെയും കണ്ടതിന് ശേഷം മാത്രമേ വീട്ടിലോട്ട് എത്ര ലേറ്റ് ആയാലും കണ്ടിട്ടേ പോകും. ഈ VSനെ ജീവിച്ചിരുന്ന നാളിൽ എപ്പോഴെങ്കിലൊക്കെ അടുത്ത് കാണാനോ സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനുണ്ട് പ്രതിധ്വനി. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ വന്നായിരുന്നു. ആ സമയം എനിക്ക് പുള്ളിയെ കാണാൻ പറ്റി. വലിയൊരു ഭാഗ്യമായിട്ട് കാണും. മുഖ്യമന്ത്രി അല്ലായിരുന്നു ആ സമയം, പ്രതിപക്ഷ നേതാവായിരുന്നു. അതെ അതെ. ഇത് തന്നെയാണ് VSനെ അടുത്ത് കണ്ടവർ കാണാനുള്ള ഒരു ഭാഗ്യം. അതൊരു മഹാഭാഗ്യമായി തന്നെയാണ് ഇപ്പോൾ ജനങ്ങളൊക്കെ തന്നെ ഈ വഴിയോർ നിൽക്കുന്നവരൊക്കെ കാത്തു നിൽക്കുന്നവർ ഇപ്പോഴും അങ്ങനെയാണ് അതിനെ ഓർത്തെടുക്കുന്നത്. ആ ഒരു മഹാഭാഗ്യം സിദ്ധിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം, അദ്ദേഹം വേർവിട്ട് പോയി എന്നറിഞ്ഞപ്പോൾ ആ ചേതനേറ്റ ശരീരം അവസാനമായി ഒന്ന് കാണാനാണ് ഇവിടെ എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നത്. ചേട്ടാ VSനെ കണ്ടിട്ടേ പോകത്തുള്ളൂ? ഉറപ്പ്, സംശയമൊന്നുമില്ല. എത്ര സമയം ഇവിടെ ഇല്ല, ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ശ്രീകാര്യം കഴിഞ്ഞു നടന്നുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നത്. VS ഒരു മുഖ്യമന്ത്രി, ഒരു നേതാവ് എന്ന രീതിയിൽ അടയാളപ്പെടുത്തിയ നേതാവാണ്. അതുകൊണ്ട് VSൻ്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നതൊരു ഭാഗ്യം തന്നെയാണ്. പുതിയ തലമുറയ്ക്ക് VSനെ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത്? പുതിയ തലമുറയ്ക്ക് എത്ര കൃത്യമായിട്ട് VSനെ അറിയാമെന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ VS എന്ന് പറയുന്നത് കണ്ണേക്കാരിലെ VS തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ചേട്ടൻ VS ഒരു മുഖ്യമന്ത്രിയായാണോ പ്രതിപക്ഷ നേതാവായാണോ അല്ലെങ്കിൽ ഈ ജനകീയ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു നേതാവായിട്ടാണ്? എങ്ങനെയാണ് ആദ്യം അടയാളപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ജനകീയ വിഷയങ്ങൾ, മൂന്നാർ പ്രശ്നം പോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് സജീവമായി ഇടപെട്ട് അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളെന്നുള്ള നിലയാണ്. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല, ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ VSൻ്റെ നല്ല നേതാക്കളൊക്കെ ഇങ്ങനെ ഓരോന്നായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു നേതാക്കൾ, ജനകീയ വിഷയങ്ങൾ ഇത്ര കണ്ട് ഇടപെട്ട നേതാക്കൾ ഇനി ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താ തോന്നുന്നത്? പ്രയാസമാണ് എന്നേ പറയാൻ പറ്റും. VS അദ്ദേഹത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉമ്മൻചാണ്ടി ആയിരിക്കാം. പക്ഷേ ഇനി എങ്ങോട്ട് ഉണ്ടാകുമെന്നുള്ള സംശയം തന്നെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണോ? ഉണ്ട്. പിന്നെ എല്ലാവർക്കും, കേരളത്തിലുള്ള എല്ലാവർക്കും രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബന്ധമുള്ള ആളാണ്. നമ്മൾ എടുത്തു പറയുമ്പോൾ ഉമ്മൻചാണ്ടി, VS അച്യുതാനന്ദൻ ഇതുപോലുള്ള ചില ഇതിഹാസങ്ങൾ ഇവിടെ ജീവിച്ചു. അത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവുകയും. അത്രേ ഉള്ളൂ, സംശയമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു VSൻ്റെ കാലം കഴിയുന്നതോടുകൂടി അത് അവസാനിച്ചു. ഇനി ഉണ്ടായി വരണം. രാഷ്ട്രീയത്തിൽ അത്തരം പ്രതിഭാസങ്ങളും ഇതിഹാസങ്ങളും ഇതോടുകൂടി അവസാനിക്കുകയാണ്. അതെ അതെ. ഇനി ഇത്തരത്തിൽ VSനെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രയാസം തന്നെ, അതിൽ സംശയമൊന്നുമില്ല. അതന്നെ ആയിരിക്കില്ലേ അടുത്ത തലമുറയ്ക്ക് ചേട്ടൻ പകർന്നു നൽകുന്നത്? സംശയം. അതുതന്നെയാണ് അശ്വിനി
വി എസിനെ ഇവരൊക്കെ വി എസിനെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവായോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടോ ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് വി എസ് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടൊരു ജനകീയ നേതാവ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ്, ഒരു ലീഡർ എങ്ങനെ ആയിരിക്കണമെന്നാണ് വരും തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുന്നത്. മുതിർന്നവരൊക്കെ തന്നെയും ആ രീതിയിലാണ് വി എസിനെ കാണുന്നത്. എല്ലാവർക്കും രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ ഉണ്ടെങ്കിൽ ഈ കൂടി നിൽക്കുന്നവരാരും തന്നെ വി എസിന്റെ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ CPM-ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ ഇടതുപക്ഷത്തോ അടിയുറച്ച് വിശ്വസിക്കുന്നവരോ നിലപാട് നിൽക്കുന്നവരോ മാത്രമല്ല ഈ വഴിനീളെ തന്നെ ഇരുവശങ്ങളിലുമായി വി എസിനെ കാത്തു നിൽക്കുന്നത്. അതിനപ്പുറത്തേക്ക് ജനഹൃദയങ്ങളിൽ വി എസിനെ നെഞ്ചിലേറ്റിയ ഒരു വലിയൊരു വിഭാഗമാണ് വി എസിനെ അവസാനമായി കാണാനായി. ചേട്ടാ, വി എസിനെ കണ്ടിട്ടേ പോകുള്ളൂ. എത്ര സമയമായിട്ടാ വന്ന്? ഒരു 2 മണിയായി വന്നിട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. വി എസിന് മുമ്പ് ജീവിച്ചിരുന്ന സമയത്തൊക്കെ വി എസിനെ ഒന്ന് കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. വി എസിനെ അവസാനമായി ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ അങ്ങനെ വരുന്നു. വി എസ് ഇപ്പോൾ പോയി. വി എസ് ഇല്ലാത്തൊരു വിടവ് പാർട്ടി എങ്ങനെയാകും? ആ ഒരു വിടവ് വി എസ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാവരുടെയും ഒരു വികാരമാണ്. ആ വികാരം ഒരിക്കലും പെട്ടെന്ന് അടങ്ങേണ്ടതില്ല. വി എസിൻ്റെ ഇല്ലും വി എസ് തന്നെയാണ്. വി എസ് എന്ന് പറയുന്നത് കേരളത്തിൽ 85 വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിൽ ജനതയുടെയും ഒരു ആവേശമായിരുന്നു. അതൊരിക്കലും നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റുന്നതല്ല. വി എസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഈ പാങ്ങപ്പാറ എത്താനുള്ള സമയം തന്നെ എത്ര മണിക്കൂർ എടുക്കുന്നു എന്നുള്ളത് ഈ വി എസിൻ്റെ ആ ആവേശം എത്രമാത്രം ഓരോ ജനങ്ങളുടെയും കുട്ടികളുടെയും അമ്മമാരുടെയും സഹോദരങ്ങളുടെയും എല്ലാം ആവേശം. രാവിലെ 10 മണി മുതൽ ഞാനിവിടെ വന്ന് നിൽക്കുന്ന ആളാണ്. ഇത്രയും നേരമായി ഞാൻ ഒരു ശകലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല. വി എസ് എന്ന് പറയുന്ന ഒരു വികാരത്തിൻ്റെ ഭാഗമായാണ് ഞങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും രാവിലെ 10 മണിക്ക് ഇവിടെ വന്നവരാണ്. വി എസ് പോയി. ഇതുപോലൊരു നേതാവ് ഈ പാർട്ടിക്ക് അപ്പുറത്തേക്കാണ് വി എസിനെ എല്ലാവരും നെഞ്ചിലെത്തിയത്. ഇനി അതുപോലൊരു നേതാവ് ഉണ്ടാകും. അതിനെക്കുറിച്ച് പറയാനൊന്നും ഇല്ല. വി എസിനുള്ള ഒരു നഷ്ടം അതെപ്പോഴും ഒരു നഷ്ടം, ഏറ്റവും വലിയ നഷ്ടമാണ്. പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി ഉണ്ടാക്കിയ കാലം തൊട്ട് വന്ന ഒരു നേതാവില്ലേ വി എസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ അതുപോലെ നേതാവിനെന്ന് പറയാനും പറ്റില്ലല്ലോ. പാർട്ടി എന്ന് ഉണ്ടായോ അന്ന് മുതൽ ഉള്ളൊരു നേതാവാണ് വി എസ്. ആ നേതാവിനെ ഒരിക്കലും നമ്മൾ അതിൻ്റെ ഇല്ലെന്ന് പറയാൻ ഒക്കില്ലല്ലോ. അത് തന്നെയാണ് അശ്വിനി. പാർട്ടി ഉണ്ടാക്കിയ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കിയ, പ്രത്യേകിച്ച് CPI-യിൽ നിന്ന് CPM ആയി വിഭാഗീയതയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ പിളർപ്പ് കാലം മുതൽ 1964 പാർട്ടി പിളരുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ 32 പേരിൽ ഒരാൾ അവസാനത്തെ ആൾ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് വി എസ് കേരളത്തിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ നേതാവ്. അങ്ങനെ ഒരു നേതാവാണ് ഈ 100 വർഷങ്ങൾ പിന്നിട്ട് നീ ജീവിച്ചു മരിച്ച് ആ ഒരു യുഗം അവസാനിക്കുമ്പോൾ ഇവരൊക്കെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലേന്തി വി എസിനെ അവസാനം കാണാനായി കാത്തു നിൽക്കുന്നു. അവസാനമായി കാണാനാണ് അവസാനമായിട്ട് കാണാനാണ് വരുന്നത്. എത്ര സമയം വന്നു? ഞങ്ങളൊരു 2 മണി തൊട്ട് ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും കാണും, കണ്ടിട്ട് കണ്ടിട്ടേ പോകുകയുള്ളൂ. അവസാനമായിട്ട് കാണുന്നതല്ല, കണ്ടിട്ടേ പോകുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ വിലാപയാത്ര ഏറെക്കുറെ ഇതിന്റെ അടുത്തെത്താറായപ്പോൾ പോലീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, കാരണം ഇവര് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഇവരൊക്കെ പറഞ്ഞതുപോലെ 2 മണി മുതലേ ഇവരിവിടെ വന്ന് നിൽക്കുകയാണ്. പലരും നേരത്തെ വി എസിനെ ഒന്ന് കാണാൻ, ചിലരൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ ഇതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി, കാരണം വിലാപയാത്ര കടന്നു പോകുന്ന വഴികൾ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി നിർത്തി. അതൊക്കെ പാർട്ടിയുടെ അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒക്കെയാണ്. കുഞ്ഞുങ്ങളേക്ക് കഴിയുന്നത് ഈ കുടുംബസമേതമൊക്കെ വന്ന് നിൽക്കുകയാണ്. വി എസിനെ ഒന്ന് അവസാനമായി പ്രിയ നേതാവിനെ ഒന്ന് കാണാൻ അത്രയേറെ ജനങ്ങൾ നെഞ്ചിലെത്തിയ ഒരു നേതാവാണ്. ഈ വഴികളിലൂടെ വി എസ് കടന്നു പോകുന്നു. ഇനി ഒരിക്കലും വി എസ് മടങ്ങി എത്തുകയില്ല. ഇതൊരു മുഖ്യമന്ത്രി, ഇതുപോലെ ഒരു പ്രതിപക്ഷ നേതാവ്, ഇതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഇതുപോലെ ഒരു സമര നായകൻ, ഇതുപോലെ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് വരും തലമുറയ്ക്ക് മാതൃകയായി വഴികാട്ടിയായി നിന്നൊരു നേതാവ്. ഇനി ഇതുപോലുള്ള നേതാക്കന്മാർ ഈ ഓരോരുത്തരും നമ്മുടെ ഈ വി എസിനെ കുറിച്ച്, വി എസിനെ എങ്ങനെ ഓർത്തെടുക്കുന്നു എന്ന് ചോദിക്കുന്ന സാധാരണ പ്രവർത്തകരോടും സാധാരണ അണികൾക്കും പറയാനുള്ളത്, വി എസ് ചില CPM-ൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പാർട്ടി നേതാക്കളും അണികളുമൊക്കെ പറയുമ്പോൾ വി എസിന്റെ നഷ്ടം തന്നെയാണ്. പക്ഷേ ഇനിയൊരു നേതാവ് ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ അവർ അത്ര പറയുന്നില്ലെങ്കിലും വി എസിനെ പോലെ വി എസിന് തുല്യമായ ഒരു നേതാവ് എന്ന് പറയുന്നത് ഇനി ഒരു CPM-ലായാലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഇനി ഇതുപോലൊരു നേതാവ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതില്ല എന്നത് നിസ്സംശയം തർക്കരഹിതമായി തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. അതാണ് വി എസ്. ഒരു പ്രത്യേക
പ്രത്യേക മേഖലയിൽ മാത്രമായിരുന്നില്ല വി എസിൻ്റെ ആ കർമ്മമണ്ഡലം അല്ലെങ്കിൽ പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. വി എസ് എല്ലാ വിഷയങ്ങളിലും എല്ലായിടങ്ങളിലും വി എസ് ഇടപെടുകയും അതിൻ്റെ ഒരു വിജയം കണ്ടെത്തുന്നതുവരെയും വി എസ് നിരന്തരം പോരാടിക്കൊണ്ടേയിരുന്നു. അതാണ് ജനങ്ങൾ ഇത്രയേറെ നെഞ്ചിലേറ്റുന്നത് വി എസിന്. ഇത് തന്നെയാണ് ഏതെങ്കിലും ഒരു വിഷയങ്ങൾ പലരും വി എസ് ഇപ്പോൾ സ്ത്രീകളുടെ വിഷയങ്ങളായാലും പരിസ്ഥിതി വിഷയങ്ങളായാലും ഈ പരിസ്ഥിതിയെ ഇത്രയേറെ സ്നേഹിച്ച കാരണം എന്താണ് ഈ പരിസ്ഥിതി വിഷയങ്ങൾ എപ്പോഴും ഈ വികസന കാഴ്ചപ്പാട് വി എസിനെ പലരും വികസന വിരോധി എന്ന് പ്രതിപക്ഷവും എപ്പോഴും വി എസിനെ പരിഹസിക്കുകയും വി എസിനെതിരെ ആയുധമാക്കുകയും ചെയ്യുന്നത് എപ്പോഴും ബോധിച്ചിരുന്ന ഒരു പ്രയോഗമായിരുന്നു വി എസ് വികസന വിരോധി എന്ന്. എന്തുകൊണ്ട് വി എസ് വികസന വിരോധി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്ഷേപത്തിന് വി എസിനെ ഇടയാക്കി എന്ന് പറയുമ്പോൾ വി എസ് എപ്പോഴും ഈ വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടുമായി പലരും വരുമ്പോൾ അത് പാർട്ടിക്കകത്തായാലും പുറത്തായാലും അങ്ങനെ വരുമ്പോൾ വി എസ് പറഞ്ഞിരുന്നത് വികസനമായിക്കുള്ളൂ, പക്ഷേ വികസനം കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു വികസനമായിരിക്കണം. ഒരു നാട് വികസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വികസനത്തിലൂടെ അല്ലെങ്കിൽ അവിടെ ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ അവിടെ നൂതന സാങ്കേതിക വിദ്യകളോടുകൂടിയോ അതിനപ്പുറത്തേക്ക് വലിയ വ്യവസായശാലകളോ വ്യവസായ സംരംഭങ്ങളോ വ്യാവസായികവൽക്കരണമോ വരുമ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ നേരിടേണ്ടി വരുന്നത് എപ്പോഴും ആ ഒരു സാധാരണക്കാർ അല്ലെങ്കിൽ ഏറ്റവും താഴെക്കെട്ടിലുള്ള ജനങ്ങൾ ആണെങ്കിൽ അതിനെ ഒരിക്കലും അവരെ ഒഴിവാക്കിയുള്ള ഒരു വികസനത്തെ എങ്ങനെ ഒരു വികസനം നാടിന്റെ വികസനം പൂർണ്ണമായ വികസനമായി വി എസിനെ വി എസ് ആക്കുന്നതും വി എസ് എന്ന രണ്ടക്ഷരത്തിൽ അർത്ഥപൂർണമാക്കുന്നതും ഇതൊക്കെ തന്നെയാണ് എന്നതാണ് അൺഫിൽറ്റർ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വഴിയരികിൽ ജനനിബിഡമാണ്. കുഞ്ഞുങ്ങളെയൊക്കെ കയ്യിലേന്തി മണിക്കൂറുകളോളമാണ് ജനങ്ങൾ കാത്തു നിൽക്കുന്നത്. എത്ര മണിക്കൂർ കഴിഞ്ഞാലും വി എസിനെ ഒരു നോക്ക് കണ്ടിട്ടേ അവർ തിരിച്ചു പോകുകയുള്ളൂ. എത്ര വൈകിയാലും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് നിശ്ചയദാർഢ്യത്തോടെയാണ് അവർ പറയുന്നത്. അതുതന്നെയാണ് വി എസിനോടുള്ള ജനങ്ങളുടെ സ്നേഹവും. വി എസിനെ അവസാനമായി സ്വീകരിക്കാൻ വേലിക്കകം വീടും ഒരുങ്ങിക്കഴിഞ്ഞു. ഏറെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ചേതനയറ്റ് ജനനായകൻ എത്തുമ്പോൾ നാടും നഗരവും അദ്ദേഹത്തിന് വിട ചൊല്ലുവാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. അജയ് നാഥുണ്ട് ആലപ്പുഴയിൽ നിന്നും. അജയ്, 55 വർഷം പ്രവർത്തിച്ച കർമ്മമണ്ഡലമായ അനന്തപുരി ഇനി തിരുവനന്തപുരത്തേക്കൊരു മടങ്ങി വരവില്ല. നേരത്തെയൊക്കെ വേലിക്കകത്ത് വീട്ടിലെത്തിയാൽ അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുമായിരുന്നു. പക്ഷേ ഈ വരവ് ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയാണല്ലോ. എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ, വിവരങ്ങൾ എങ്ങനെ? വി എസിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലേക്ക് എടുക്കുമ്പോൾ ആ അടുക്കുന്ന ഓരോ നിമിഷത്തിലും ഓരോ അണികളായി അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് വലിയ ആളുകൾ, വലിയ ജനക്കൂട്ടം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ക്രമീകരണങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിൽ വീട്ടിലെ പൊതുദർശനങ്ങളുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി എന്ന് വേണം പറയാൻ. വി എസിനെ അവസാനമായി സ്വീകരിക്കാൻ വേലിക്കകം വീടും ഒരുങ്ങിക്കഴിഞ്ഞു. ഏറെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ചേതനയറ്റ് ജനനായകൻ എത്തുമ്പോൾ നാടും നഗരവും അദ്ദേഹത്തിന് വിട ചൊല്ലുവാൻ തയ്യാറായി കഴിഞ്ഞു. 55 വർഷം പ്രവർത്തിച്ച കർമ്മമണ്ഡലമായ അനന്തപുരി ഇനി തിരുവനന്തപുരത്തേക്ക് ഒരു മടങ്ങിവരവില്ല വി എസിന്. അത് ഉൾക്കൊള്ളുകയാണ് എല്ലാ അണികളും, ജനങ്ങളും, പാർട്ടി പ്രവർത്തകരും, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അത് ഉൾക്കൊണ്ടു കഴിഞ്ഞു എന്നതാണ്. വേലിക്കകത്ത് വീട്ടിൽ എത്തിയിരുന്നുവെങ്കിൽ ആ മടക്കം അനന്തപുരിയിലേക്ക് ഉണ്ടാകുമായിരുന്നു. ഇനി അത്തരത്തിലൊരു മടക്കമില്ല. അവസാനമായി വി എസ് അനന്തപുരിയിൽ നിന്നും മടങ്ങുകയാണ് വേലിക്കകത്തേക്ക് എന്ന യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അജയ് നാഥ് ഉണ്ട് ആലപ്പുഴയിൽ നിന്നും. അജയ്, തുടരാം. അശ്വതി, ഓരോ ആലപ്പുഴയെ സംബന്ധിച്ച് വി എസ് ആക്കിയ വി എസിലെ വിപ്ലവ പോരാളിയെ വളർത്തിയെടുത്ത ജില്ല കൂടിയാണ് ആലപ്പുഴ. CPM-നെ സംബന്ധിച്ചും അതാണ് വി എസ് ആക്കിയ നാടും വീടും. ആ നാട്ടിലേക്ക്, ആ വീട്ടിലേക്ക് തന്നെ വി എസിൻ്റെ
അവസാനമടക്കം ആണ്. വിലാപയാത്ര പുരോഗമിക്കുന്നു. വഴിയരികിൽ ജനസാഗരത്തെയാണ് കാണാൻ കഴിയുന്നത്. പ്രായഭേദമന്യേ ജനങ്ങൾ നിരന്നു നിൽക്കുകയാണ്. ഒരുപക്ഷെ അവർക്ക് കാണാൻ കഴിയുമോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ അവർ കാത്തു നിൽക്കുകയാണ് തൻ്റെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാനായി. ഒക്കെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജാവായാലും പാതിരാത്രിയായാലും തൻ്റെ നിലപാടുകൾ VS ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണേക്കരളെ VS മുഴങ്ങിക്കേൾക്കുകയാണ്. ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ, അതുതന്നെയാണ്. ആ റോസാപ്പൂ പോലെ തന്നെ ഉള്ള ഒരു മനുഷ്യനാണ് വിട വാങ്ങുന്നത് എന്നത് ഉൾക്കൊണ്ടു കഴിഞ്ഞു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരും. അവസാനമടക്കമാണ് അദ്ദേഹത്തിന് എന്നതാണ് CPIM സ്ഥാപക നേതാക്കളിൽ ഒരാൾ VS. പുന്നപ്ര വയലാറിൻ്റെ പുത്രനാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. 2006 മുതൽ 2011 മുഖ്യമന്ത്രി പദം അലങ്കരിച്ചു. 7 തവണ നിയമസഭാംഗം, 3 തവണ പ്രതിപക്ഷ നേതാവ്. 1980 മുതൽ 1991 വരെ CPIM സംസ്ഥാന സെക്രട്ടറി. 1985 PB അംഗം. ആലപ്പുഴ ആസ്പിൻവാൾ കയർ കമ്പനിയിൽ തൊഴിലാളിയായി തുടക്കം. P. കൃഷ്ണപിള്ള കുട്ടനാട്ടിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നിയോഗിച്ചു. ആ നിയോഗം വെറുതെയായില്ല. അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ തൊഴിലാളികൾ അടക്കമുള്ളവർ ഭദ്രമായിരുന്നു എന്നതാണ്. ആ സ്നേഹമാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നതും. അത്രത്തോളം ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ കാണാനായി, ഒരു നോക്ക് കാണാനായി വഴിയരികിൽ ഇങ്ങനെ കാത്തുകെട്ടി കിടക്കുന്നതും. തന്നെയാണ് VSനെ VS ആക്കിയതും ഈ ജനങ്ങൾ തന്നെയാണ്. ഈ ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് അത്രത്തോളം ഉണ്ടായിരുന്നു. ആ സ്നേഹം അത്രത്തോളം ഉണ്ടായിരുന്നു. അവസാനമായി റെഡ് സല്യൂട്ട് നൽകുകയാണ് ഓരോ പ്രവർത്തകരും അണികളും. VSനെ അവസാനമായി സ്വീകരിക്കാൻ വേലിക്കകം വീടും ഒരുങ്ങിക്കഴിഞ്ഞു. ഏറെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ചേതനയേറ്റ ജനനായകൻ എത്തുമ്പോൾ നാടും നഗരവും അദ്ദേഹത്തിന് വിട ചൊല്ലുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. നാളെ അവിടെയും പൊതുദർശനങ്ങളൊക്കെ ഉണ്ട്. അജയ് എപ്പോഴെത്തുമെന്നറിയില്ല. ഈ വിലാപയാത്ര സമയങ്ങളൊക്കെ മാറി മറിയുകയാണ് എന്നതാണ്. നമുക്കറിയാം VSനെ VS ആക്കിയ നാട്ടിലേക്കാണ് VS മടങ്ങിയെത്തുന്നത്. ഒരുപാട് സുപ്രധാന തീരുമാനങ്ങളാണ് വേലിക്കകത്ത് വീട്ടിൽ വെച്ച് VS കൈക്കൊണ്ടത് എന്നുള്ളതാണ് വിവരങ്ങൾ. എങ്ങനെയാണ് സൂചിപ്പിച്ചോടെ തന്നെ VSന് ഏറെ പ്രിയപ്പെട്ട ഇടമാണ് ഈ വേലിക്കകത്ത് വീട്. CPMനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ CPM ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഉൾപ്പെടെ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് വിവാദപരമായി ഇറങ്ങിപ്പോകുന്ന VS ആദ്യം എത്തിയത് ഈ വേലിക്കകത്ത് വീട്ടിലേക്കാണ്. ആ ഘട്ടത്തിൽ പോലും തന്റെ നിലപാട് ഉയർത്തിപ്പിടിച്ച ഒരു രാഷ്ട്രീയ നേതൃത്വം കൂടിയായിരുന്നു VS എന്നുള്ളതാണ്. അനുനയിപ്പിക്കാനെത്തിയ നേതാക്കന്മാർക്ക് മുന്നിൽ പോലും നിശബ്ദനായി തന്നെയാണ് VS ഇരുന്നത്. പ്രകോപനപരമായൊരു നിലപാട് പോലും VS എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. VS ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് അദ്ദേഹം അത്തരത്തിലുണ്ടാകുന്ന സന്നിഗ്ധ ഘട്ടങ്ങളിൽ പുറത്തേക്ക് നടക്കുക എന്നൊരു രീതിയുണ്ട്. പക്ഷേ അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് നടന്നില്ല എന്നുള്ളതാണ്. വീണ്ടും പാർട്ടിയായി തന്നെ പാർട്ടിക്കുള്ളിൽ നിലനിർന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പാർട്ടിയെ നിശ്ചിതമായി വിമർശിച്ചു. തന്റെ നിലപാടുകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പോരാട്ടം സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. അത്ര കണ്ട് വൈകാരിക ഇടം കൂടിയാണ് VSനെ സംബന്ധിച്ച് വേലിക്കകത്ത് വീട് എന്നുള്ളത്. ഏറ്റവും പ്രധാനമായി വർഷത്തിൽ 2 തവണ ഈ വീട്ടിൽ VS എത്താറുണ്ട്. 2019 അവസാനമായി എത്തുന്നത്. മുൻപ് അശ്വതി സൂചിപ്പിച്ചോളൂ തന്നെ തിരുവനന്തപുരം
പ്രവർത്തന മണ്ഡലമായിരുന്ന തിരുവനന്തപുരത്ത് അത്തരത്തിൽ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരത്ത് നിന്നും വിട പറഞ്ഞ് VS ആലപ്പുഴയിലേക്ക് എത്തുന്നു. സാമ്പത്തികമായി 2019 VS ഇവിടുന്ന് മടങ്ങി തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നു. അതിനുശേഷം രോഗാവസ്ഥയിലായ VSന് ഇങ്ങോട്ടേക്ക് എത്തുവാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് VS തന്റെ പ്രിയപ്പെട്ട ഇടത്തേക്ക് മടങ്ങിയെത്തുന്നത്. ആ മടങ്ങിയെത്തുന്ന ഘട്ടത്തിൽ വേദനയറ്റ ശരീരമായിട്ട് VS ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത്ര വൈകാരിക തലത്തിലാണ് ഇവിടുത്തെ ജനങ്ങളാകെ തന്നെ VSന്റെ വരവിനായി കാത്തിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ രാത്രി ഏറെ വൈകിയാലും ഇനി പുലർച്ചെയായെങ്കിൽ കൂടിയും VSനെ ഒരു നോക്ക് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഇടമായ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു ക്രമീകരണങ്ങൾ ഉൾപ്പെടെ CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് സംവിധാനങ്ങൾക്കെല്ലാം അപ്പുറമായി ചുവപ്പ് സേന അംഗങ്ങളെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണം ഇവിടെ സുഗമമായി ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും VSനെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനെ സ്നേഹിക്കും ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഏതൊരാൾക്കും ഇവിടെ എത്തി വളരെ സുഗമമായി തന്നെ തങ്ങളുടെ പ്രിയ നേതാവിനെ കണ്ടു മടങ്ങുവാൻ കഴിയുന്ന എല്ലാ സാഹചര്യവും ഒരുക്കണമെന്ന ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലേക്ക് ചുവപ്പ് സേന അംഗങ്ങളെ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് ഗതാഗതം ഉൾപ്പെടെ നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ കൃത്യമായ ഒരു ക്രമീകരണം ഒരുക്കുന്നു എന്നുള്ളതാണ്. ഒരു പ്രവേശിക്കുവാൻ ഒരു വഴിയും അതുപോലെ തന്നെ VSനെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച പുഷ്പം അർപ്പിച്ചുകൊണ്ട് തിരിച്ച് ഇറങ്ങി പോരുവാനും അതുപോലെ കൃത്യമായ ഒരു ക്രമീകരണം ഇവിടെ ഉണ്ട്. ബാരിക്കേഡ് ഉൾപ്പെടെ വെച്ച് തിരിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. VS ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആദ്യം പൊതുദർശനത്തിന് മുമ്പ് VSനെ വെക്കുക, VSന്റെ ഭൗതികദേഹം ആദ്യം കൊണ്ടുവരിക. VSന്റെ പ്രിയപ്പെട്ട ഇടമായ VS സാധാരണഗതിയിൽ ഈ വീട്ടിലെത്തുമ്പോൾ ജനങ്ങളെ കാണുവാനും അവരോട് സംവദിക്കുവാനുമെല്ലാം സമയം കണ്ടെത്താറുള്ള അദ്ദേഹത്തിന്റെ വീടിന് സമീപമുള്ള ഒരു ാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഇടത്തിലാണ് അദ്ദേഹത്തിന് ആദ്യം ഭൗതികദേഹം വെക്കുക. അതിനുശേഷം പ്രത്യേകം മുറ്റത്ത് തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക ഇടത്തായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. ഇപ്പോൾ VS ആലപ്പുഴ ജില്ലയിലേക്ക് അടുക്കും തോറും VSന്റെ വരവിന് വേണ്ടി VSനെ അവസാനമായി കാണാൻ വേണ്ടി നിരവധിയായ ആളുകൾ ഓരോ മണിക്കൂറിലും ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുന്ന സാഹചര്യമാണുള്ളത്. മറ്റ് വിശേഷങ്ങൾ ഏറ്റവും പ്രധാനമായും വേലിക്കകത്ത് വീട്ടിൽ നിന്ന് പൊതുദർശനത്തിന് ശേഷം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പൊതുദർശനം ഉണ്ടാകുക. അവിടെയും എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് പൊതുദർശനം ഉണ്ടാവുക. ആ പൊതുദർശനത്തിന്റെ ക്രമീകരണങ്ങളും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ. ഏറ്റവും ഒടുവിലായി പുന്നപ്ര വയലാർ സമര പോരാട്ടത്തിന് നായകൻ കൂടിയായ VSനെ ആ പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ ബലികുടീരത്തിന് സമീപമാണ് VSന് വേണ്ടി പ്രത്യേകം മണ്ഡപം ഒരുങ്ങുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളും അവിടെ ദ്രുതഗതിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. VSന്റെ സമര പോരാട്ടങ്ങൾക്കെല്ലാം കരുത്തും ആവേശവുമായ ജില്ല കൂടിയാണ് ആലപ്പുഴ. അത് പുന്നപ്ര വയലാർ രക്തസാക്ഷിത്വ ദിനവും അതുപോലെ തന്നെ VSന് എവിടെയായിരുന്നാലും ആ ഘട്ടത്തിൽ ഇവിടെ എത്താൻ VS പ്രത്യേകം കാർക്കശത്തോടെ നിന്നിരുന്നു. ഇപ്പോൾ VSന് വേണ്ടി കണ്ണേ കരളെ VS ഇല്ല മരിക്കുന്നില്ല ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂ എന്ന മുദ്രാവാക്യം വിളിയുമായി വനിതാ പ്രവർത്തകർ VSന്റെ വീടിന് മുന്നിൽ നിലയുറപ്പിക്കുന്നു. അവർ VSന് വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുന്ന ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ച കൂടിയുണ്ട്. ഓരോ നിമിഷവും VS ജില്ലയിലേക്ക് അടുക്കുന്ന ഓരോ നിമിഷവും അവർ മുദ്രാവാക്യം വിളികളുമായി പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണുവാൻ കാത്തിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്കും ഒതുക്കിയെത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും കൃത്യമായ ക്രമീകരണങ്ങൾ ജില്ലയിലും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി അതിനായിട്ടുള്ള പോയിന്റുകൾ കൃത്യമായി ഏർപ്പാടാക്കിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടിയും ഇപ്പോൾ ഏറെ വൈകി നിലവിൽ നിശ്ചയിച്ചിരുന്ന സമയക്രമമെല്ലാം തെറ്റിക്കുന്ന തരത്തിലേക്ക് വലിയ ജനാവലി പല കോണുകളിൽ നിന്ന് പല ഇടങ്ങളിൽ VSന് വേണ്ടി കാട്ടുനിന്ന് അവസാനമായി VSന് ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഏറെ വൈകും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പോലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാതെ VSന്റെ പ്രിയപ്പെട്ട ഇടത്തിൽ തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ ഇവിടെ തടിച്ചുകൂടുന്ന സാഹചര്യം ഉള്ളത്. നാളെ 9 മണിയോടുകൂടി വീട്ടിൽ നിന്നും ഭൗതികദേഹം പൊതുദർശനത്തിനായി CPM DC ഓഫീസിലേക്ക് കൊണ്ടുപോകും എന്നാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ഈ സമയമാറ്റം അത് ഏത് തരത്തിൽ ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണം കൂടി
CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും രാവിലെ 11 മണിക്ക് ഉള്ളിലെങ്കിലും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം. ആ പൊതുദർശനത്തിൽ 2000 പേർക്കുള്ള ഇരിപ്പിടങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. വലിയ ചുടുകാട്ടിൽ 1000 പേർക്കുള്ള ഇരിപ്പിടം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങൾ മണ്ഡപത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ജില്ലയിലെ CPMന്റെ കാത്തിരിക്കുകയാണ്. വേലിക്കകം വീടും അവിടെയും ആളുകൾ ഇങ്ങനെ ഇന്നലെ മുതൽ തന്റെ പ്രിയപ്പെട്ട നേതാവിനെ കാത്തിരിക്കുകയാണ്. അതാണ് ആലപ്പുഴയിലെ ജനങ്ങളുടെ സ്നേഹവും. VSന്റെ ജനകീയതയിൽ ഉയർന്ന ഒരു ജനകീയ ലാബുണ്ട് ആലപ്പുഴ മുഹമ്മയിൽ. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ VSന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ലതീഷ് ബി ചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ലാബിന്റെ പ്രവർത്തനം. കണ്ണേ കരളേ VS